ഹലോ! ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭി തലയ്ക്ക് പരിക്കേറ്റത് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോഴങ്ങോട്ടേക്കാണ് ജലജയും ആദർശും നയനയും പിന്നെ ജയനൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നയന വന്നപ്പോൾ തൊട്ടേ അഭിക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ ചിന്തിക്കുന്നത് ചേച്ചിയുടെ പേര് ആരും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. നവ്യയെക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു അവൾക്ക് കുറച്ചുകൂടി വെപ്രാളം. കാരണം അഭി ഹോസ്പിറ്റലായിട്ടുണ്ട്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൂടെ പറയാതെയാണ് രണ്ടുപേരും പോയിരിക്കുന്നത്. അതിന് പുറമെ അഭി ഹോസ്പിറ്റലായി എന്ന് പറയുമ്പം നവ്യയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷനിലാണ് നയന ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ നേരെ ഹോസ്പിറ്റലിൽ വരികയാണ്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് അഭിയാണെങ്കിൽ ഫുൾ തട്ടിപ്പാണല്ലോ. അവിടെയുള്ള നേഴ്സിനോട് എന്താ പറയുക, ശൃംഗരിക്കുകയും കൊഞ്ചുകയൊക്കെ ചെയ്യുകയാണ്. ഇവിടുന്ന് പോകുമ്പോഴേക്കും നമ്മൾ രണ്ടുപേരും നീ എൻ്റെ ഹൃദയത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കയ്യിലെടുക്കുകയാണ്. ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമകനാണ്, നീ എൻ്റെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ നിനക്ക് നല്ലതാണ്, ഞാൻ നിനക്ക് വള തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്ത്രീകളാണല്ലോ പൊതുവെ ആഭരണത്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലൊരു ഇത് വരുമല്ലോ. അങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയോ ഡയലോഗൊക്കെ അടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പുറത്തുനിന്നൊരു നഴ്സ് വന്നിട്ട് പറഞ്ഞത് സാറിനെ കാണാൻ ആൾക്കാർ വന്നെന്ന് പറയുന്ന സമയത്തേക്ക് വേഗം അഭി പിന്നെയും പഴയതുപോലെ തന്നെ ഓക്സിജൻ മാസ്ക് ഒക്കെ എടുത്ത് ധരിച്ച് വയ്യാത്ത പോലെ കിടക്കുകയാണ്. അപ്പോഴേക്കും നഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ സാറ് പറഞ്ഞാലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജയൻ ചോദിക്കുന്നുണ്ട് അഭിക്ക് ഇപ്പം എങ്ങനെയുണ്ട് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടറോട് തന്നെ ചോദിച്ചോളൂ എന്ന് പറയുന്ന സമയത്തേക്ക് ഡോക്ടർ അവിടെ എത്തുകയാണ്. അപ്പം അയാളോട് പറയുന്നുണ്ട് അഭിയുടെ ബന്ധുക്കളാ. അപ്പം അയാൾ പറയുന്നുണ്ട് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു, പിന്നെ തലക്ക് അടിയേറ്റിട്ടുണ്ട്. അപ്പം ജലജ വെപ്രാളത്തോടു കൂടി ചോദിക്കും, അയ്യോ ഇപ്പം എൻ്റെ മോൻ എങ്ങനെയുണ്ട് ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അയാളിപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം നയന വെപ്രാളത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അഭിയുടെ കൂടെ അഭിയുടെ ഭാര്യ ഉണ്ടായിരുന്നു, എന്നിട്ടിപ്പോൾ അവരെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറയണം അഭിയെ കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ആ സമയത്ത് അയാളുടെ ഭാര്യയൊന്നും ഒപ്പം ഉണ്ടായിരുന്നില്ല. അയ്യോ അപ്പം എൻ്റെ ചേച്ചി എവിടെ പോയി? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പേഷ്യൻ്റ് സംസാരിക്കാനുള്ള കണ്ടീഷനിലായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ബോധം മറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു പരുവത്തിലല്ല ഉള്ളത്. പിന്നെ വിവരങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, അവർ വന്നു കഴിഞ്ഞാലും സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ല. ഏതായാലും മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളാണ് കടന്നു പോയത്. അപ്പോൾ ജലജ വേവലാതിയോട് ചോദിക്കുകയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ? അപ്പോൾ അയാൾ പറയാണ് സ്കാൻ റിപ്പോർട്ട് വരാനുണ്ട്, പിന്നെ ശരീരത്തിൽ നല്ല ക്ഷതയേറ്റിട്ടുണ്ട്, നെറ്റിയിൽ ഇഞ്ചുറി ആഴത്തിലുള്ളതാണ്. അതും പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോയപ്പോൾ സങ്കടത്തോടു കൂടി ജയൻ്റെ അടുത്തേക്ക് വന്നിട്ട് ജലജ പറയുന്നുണ്ട്, ചേട്ടാ അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല. അതേപോലെ തന്നെ നയനെ സങ്കടത്തോടു കൂടി അയാളോട് പറയാണ്, അച്ഛാ എൻ്റെ ചേച്ചിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ജലജ ദേഷ്യത്തോടു കൂടി പറയാണ് അവളുടെ ചേച്ചി ഉടലോടുകൂടി സ്വർഗത്ത് പോയി കാണും. അവൾ ഒറ്റയൊരുത്തിയാണ് ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞ് എൻ്റെ മോനെ കൂട്ടിക്കൊണ്ടുപോയത്. വയറ്റിലൊരു കുഞ്ഞുള്ള സമയത്ത് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നതിന് പകരം എൻ്റെ മോനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് അവളിപ്പോൾ എവിടെയാണെന്ന് ആർക്കറിയാം? അപ്പം ഞാൻ ആകെ മൊത്തം സങ്കടത്തിൽ നിൽക്കുകയാണ് ജലജയുടെ സംസാരം കേട്ടിട്ട്. ആദർശിനും ജയനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ജലജ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ജയൻ പറയുന്നുണ്ട് ഇതുപോലൊരവസ്ഥയിൽ മോളോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് പുറത്തു പോയതിനു ശേഷം ഭാര്യയെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കണ്ടേ ജലജെ? നവ്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയണ്ടേ? അപ്പം ആദർശ് പറയുന്നുണ്ട് ഇവിടെ കിടന്ന് നമ്മളിങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല, അച്ഛൻ ആദ്യം സ്റ്റേഷനിലോട്ടേക്ക് വിളിക്ക്, നവ്യയുടെ കാര്യം പറ, ഇത് ഗുണ്ടാക്രമണം ആവാനാണ് സാധ്യത. അപ്പോൾ ജലജ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് രണ്ടെണ്ണത്തിനെയും കെട്ടിയെടുത്തതിന് ശേഷം മറ്റുള്ളവർക്ക് ഗുണ്ടകളുമായിട്ട് തല്ലുണ്ടാക്കാനേ നേരമുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ICUവിൻ്റെ ചില്ലുവാതിലൂടെ അകത്തേക്ക് നോക്കും. അപ്പം ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള അബിയുടെ കിടപ്പ് കാണുമ്പോൾ വീണ്ടും സങ്കടത്തോട് പറയും, അയ്യോ അയ്യോ എൻ്റെ മോൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ? അതേസമയം നവ്യയെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നവ്യ കുറേ ഇണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എന്നെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട്. അയാളാണെങ്കിൽ കത്തി നവ്യക്ക് നേരെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടി അനങ്ങാതിരിക്കടി, ഒച്ച ഉണ്ടാക്കാതിരിക്കടി എന്നൊക്കെ പറഞ്ഞ് നവ്യ ഭീഷണിപ്പെടുത്തുകയാണ്. വീട് എന്നെ വിടാൻ എന്നൊക്കെ പറഞ്ഞ നവ്യ കാര്യം അയാൾ പറയുന്നുണ്ട്, അടങ്ങിയിരിക്കാനാണ് നിന്നോട് പറഞ്ഞത്, ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്ന് നിന്നോട് പറഞ്ഞില്ലേ, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ? അപ്പം അയാൾ ചിരിച്ചുകൊണ്ട് പറയും, ഞങ്ങളൊരു കൊട്ടേഷൻ ഏറ്റെടുത്താൽ അത് ഭംഗിയായി നടത്തിയിരിക്കും. എനിക്കെതിരെ നിങ്ങൾക്ക് ആരാ കൊട്ടേഷൻ തന്നേ? അവൾ കരഞ്ഞോട് ചോദിക്കുകയാണ്. അതെ തന്നവർക്കറിയാം, നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല, മിണ്ടാതിരുന്നോണം എന്നും പറഞ്ഞിട്ട് അയാൾ നവ്യക്ക് നേരെ കത്തിയൊക്കെ വാങ്ങുകയാണ്. അപ്പം നവ്യ പേടിയോടുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പം നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല, എൻ്റെ അഭിക്ക് എന്താ സംഭവിച്ചതെന്നും അറിയില്ല. അങ്ങനെ നവ്യ നേരെ അവർ കൊണ്ടുവന്നിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലായിട്ടാണ് ആ വണ്ടി നിർത്തുന്നത്. അതിനുശേഷം നവ്യ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ട് നവ്യ ഇങ്ങനെ കുതറാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെ വീട് എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ കരയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ അവരിങ്ങനെ വാടി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ കൈയൊക്കെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. അവസാനം മുകളിലേക്ക് വലിച്ചയച്ച് കൊണ്ടുവന്ന ഒരു മുറിയുടെ മുന്നിലായിട്ട് നവ്യ അവർ ഇതാക്കുകയാണ്. അപ്പോൾ ആ മുറിയിൽ ഒരാൾ അവരുടെ വരവും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഗുണ്ടകൾ പറയുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് എത്ര നീ നിലവിളിച്ചാലും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനൊന്നും ആരും വരില്ലടി എന്നൊക്കെ പറഞ്ഞ് നവ്യയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അയാളോട് പറയാണ്, അണ്ണാ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്ന സമയത്ത് അയാൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ നവ്യ പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ ഇയാളെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നവ്യ ഓർമ്മകളിലേക്ക് പോവുകയാണ്. കാരണം കല്യാണ ദിവസം അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ
അയാൾ പറയുന്നുണ്ടായിരുന്നു, പൂജാരി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലം വെച്ച് നമ്മൾ രണ്ടുപേരും കൈകൾ കോർത്തു പിടിച്ച് ജീവിതത്തിലേക്ക് ഒന്നിച്ച് മുന്നേറും. പിന്നെ ഒരിക്കലും മോൾക്ക് വലച്ചിലുണ്ടാവില്ല. പിന്നെ നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുപാട് വർഷം ജീവിക്കും എന്നൊക്കെ അയാൾ അന്ന് ആ കല്യാണ സാരിയിലുണ്ടായിരുന്ന നവ്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നവ്യയുടെ ഓർമ്മയിലേക്ക് വരുന്ന സമയത്ത് അയാളെക്കുറിച്ച് ഓർമ്മ വരികയാണ്. അപ്പം നവ്യ ഇങ്ങനെ സ്വയം പറയാണ്, ഛേ. അപ്പം അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയും, ബോസ് പറഞ്ഞതേ മോളെ കൊല്ലണമെന്നോ, പക്ഷേ എൻ്റെ ജിലേബിയെ ഞാൻ എങ്ങനെ കൊല്ലും? മനസ്സിലായാ? ആ, പഴയ ആൾ തന്നെ. അന്ന് ജിലേബിയുടെ കഴുത്ത് താലി കെട്ടാൻ നോക്കിയപ്പോൾ ജിലേബി വഴുതിപ്പോയി. എന്നാൽ ഇന്ന് എനിക്ക് അബദ്ധം പറ്റത്തേയില്ല. മുഹൂർത്തം നോക്കിയിട്ട് തന്നെയാണ് മോളെ ഞാൻ ഇവന്മാരോട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പം നവ്യ ദേഷ്യത്തോടു കൂടി പറയും, ദേ വെറുതെ കളി വേണ്ട, ഞാനേ അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ്റെ ഭാര്യയാ, ആ വീടിൻ്റെ മരുമോളാ. അപ്പം അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറയും, ദേ മോളെ, ഈ വെട്ടി സതീശനെ മൂർത്തീസ് ജ്വല്ലറിയും ഇല്ല, അനന്തമൂർത്തിയും ഇല്ല, അനന്തപുരി തറവാടും ഇല്ല, ദേ എനിക്കാരെയൊട്ട് പേടിയുമില്ല. അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കണമെങ്കിൽ ജീവൻ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കണമെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം നവ്യ വീണ്ടും വെപ്രാളത്തോടും കൂടിയും എന്നാലും ദേഷ്യത്തോടെ തന്നെ പറയും, ദേ അന്ന് സംഭവിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദേ മോളെ, അതൊന്നും ഇനി ആവർത്തിക്കത്തില്ല. ദേ ഇന്ന് ഞാൻ നിൻ്റെ കഴുത്തിലൊരു താലി കെട്ടും. പിന്നെ നമ്മുടെ ഹണിമൂൺ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ താലിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. മോളെ, സ്വർണത്തിനൊക്കെ ഇപ്പം ഭയങ്കര വിലയാ, നമുക്ക് ആവശ്യം വരും അതൊക്കെ. പക്ഷേ ആ രണ്ടാമത് കിട്ടുന്ന താലി ഉണ്ടല്ലോ, അത് പെർമനൻ്റ് താലിയാ, എന്നും നിൻ്റെ കഴുത്തിൽ തന്നെ കിടക്കേണ്ട താലി. എന്നിട്ട് അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ സിൽബന്ധികളായിട്ടുള്ള ആൾക്കാരും അയാൾക്ക് കൂടെ തന്നെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ദേഷ്യത്തോടെ വയ്ക്കും, എന്ത് കക്ക ഡാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചാൽ മതി കേട്ടാ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ചെയ്ത് നിർത്തുകയാണ്. എൻ്റെ താലി കെട്ടിയതിന് ശേഷം മാത്രം അയാൾ അവരോട് പറയുകയാണ്. അപ്പോൾ അവരെല്ലാവരും അംഗീകരിക്കുന്നു. അതിനുശേഷം നവ്യക്ക് നേരെ തിരിഞ്ഞിട്ട് അയാൾ പറയും, ഇനി പൂമാല വാങ്ങിക്കണം. നവ്യ ആകെ കൂടി അലോസരത്തിൻ്റെ ഭാവത്തിലാണ് നിൽക്കുന്നത്. ടെൻഷനും വിഷമവും വെപ്രാളവും ആകെ മൊത്തം അഭിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളൊരു ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്. അപ്പോൾ അയാൾ വീണ്ടും പറയാണ്, ദേണ്ടേ അന്നത്തെ താലി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഞാനത് വിറ്റിട്ടില്ല, കളഞ്ഞിട്ടുമില്ല. ഞാൻ എൻ്റെ ജിലേബിക്ക് വേണ്ടി വാങ്ങിയ താലി ഉണ്ടല്ലോ, അതെൻ്റെ ജിലേബിയുടെ കഴുത്തിൽ തന്നെ വീഴണം. അപ്പം നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ, അഭിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല, ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു കുരുക്കിൽ വന്ന് വീണല്ലോ, ഇതെങ്ങനെയാണ് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കുക? നവ്യ ആകെ മൊത്തം ടെൻഷനിലാണ്. അപ്പോൾ അയാൾ വീണ്ടും പറയുന്നുണ്ട്, മോളെ നീ കൂടുതലായിട്ടൊന്നും ആലോചിക്കണ്ട, ഇവിടെ ഒരു ഈച്ച പോലും വരില്ല എൻ്റെ ജിലേബിക്ക് എന്നും പറഞ്ഞിട്ട് നവ്യയുടെ മുഖത്തൂടെ അയാൾ കൈവെക്കാൻ പോയപ്പോൾ നവ്യ അച്ഛ എന്ന് പറഞ്ഞ അയാളെ കൈ തട്ടി മാറ്റുകയാണ്. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയും, ഇപ്പം തട്ടി മാറ്റിക്കോ, പക്ഷേ കഴുത്തിൽ എൻ്റെ താലി വീണതിന് ശേഷം പിന്നെ തട്ടി മാറ്റരുത് കേട്ടോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അയാൾ. നവ്യാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ അയാളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിൽ. ജലജ വീണ്ടും ഐസിയുവിനെ മുന്നിൽ പോയിട്ട് ആ ചില്ലുവാതിലൂടെ അകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അബിയെ കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് സങ്കടത്തോടു കൂടി ജയനോട് പറയുന്നുണ്ട്, മാസ്ക് വെച്ചിട്ട് അവൻ അതിനകത്തേക്ക് കിടത്തിയിരിക്കുന്നത്, എൻ്റെ കുഞ്ഞിന് ശ്വാസം പോലും കിട്ടുന്നില്ലെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ആദർശും നയനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്കടുത്തേക്ക് വന്നിട്ട് ദേഷ്യത്തോടു കൂടി പറയും, അതിനിടയിലാണ് ഒരുത്തി അവളുടെ ചേച്ചി എവിടെയെന്ന് ചോദിച്ച് നടക്കുന്നത്, അവൾക്കൊന്നും സംഭവിച്ചു കാണത്തില്ല, ഇനി ചിലപ്പോൾ വേണമെങ്കിൽ തല്ലാൻ ആളെ വെച്ചതും അവളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നയനയോട് ചൂടാവാണ്. നയനയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ പതുങ്ങി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നയനയെ നോക്കിക്കൊണ്ട് ആദർശ് പറയുന്നുണ്ട്, അപ്പച്ചി ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയരുതേ. അപ്പം ജലജ പറയാണ്, പറയേണ്ട സമയത്ത് പറയണം, അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്ക്. അപ്പം ജയൻ കുറച്ച് ചൂടായിട്ട് പറയുന്നുണ്ട്, സങ്കടമുണ്ടെന്ന് ഞങ്ങൾക്കും അറിയാലോ ജലജെ, സ്വന്തം മക്കൾക്ക് ആപത്തുണ്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതൊരു മാതാപിതാക്കൾക്കും സങ്കടം ഉണ്ടാവും, അവരുടെ വീട്ടുകാർക്കും. അതുപോലെ തന്നെ നയനയുടെ സ്വന്തം ചേച്ചിയാണ് കാണാതെയിരിക്കുന്നത്, അതിൻ്റെ വേദനയും ഭയവും ഒക്കെ മോൾക്കും ഉണ്ടാവില്ലേ. നയന ഒന്നും തിരിച്ചു പറയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ജലജ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ഏട്ടാ, ഇവളുമാരെയൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആദർശിനും അഭിക്കും ഒക്കെ ഇതുപോലെ ഗുണ്ടകളുമായിട്ട് വല്ല ബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ തല്ലുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടോ? ഇത് ഏതു നേരവും മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പിള്ളേർ വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോഴേക്കും ഡോക്ടറും നഴ്സൊക്കെ കൂടെ പുറത്തിറങ്ങി വരുന്നുണ്ട്. വേഗം എല്ലാവരും കൂടെ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കാൻ, ഡോക്ടർ എന്തായി ഡോക്ടർ, ഇപ്പം എൻ്റെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പം നയനെ വേഗം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? നവ്യേച്ചിയുടെ എന്തെങ്കിലും വിവരം പറഞ്ഞായിരുന്നോ? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. പിന്നെ എൻ്റെ ചേച്ചി പിന്നെ ഇതെവിടെ പോവാനാ? അപ്പോൾ ജലജ ദേഷ്യത്തോടു കൂടി പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഏത് നേരവും അവളെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക. അതിനുശേഷം ഡോക്ടർ നേരെ തിരിഞ്ഞിട്ട് പറയും, ഡോക്ടർ ഞങ്ങളൊന്ന് അകത്തേറി കണ്ടോട്ടെ? അപ്പോൾ അയാൾ പറയാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്, പിന്നെ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി ജസ്റ്റ് അകത്തൊന്ന് കയറി കണ്ടോളൂ, പിന്നെ അധികം സംസാരമൊന്നും വേണ്ട.
ശരി ഡോക്ടർ എന്നും പറഞ്ഞ് ജലജ ഡോക്ടർ പോയതിന് ശേഷം ICUലേക്ക് കയറി പോവാണ്. തൊട്ട് പിന്നാലെ തന്നെ ജയനും പോകുന്നുണ്ട്. അപ്പം സങ്കടത്തോടു കൂടി നയന ആദർശനോട് പറയാണ്, ആദർശേട്ടാ നവ്യേച്ചി. അപ്പോൾ ആദർശം സമാധാനിപ്പിക്കുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അബിയുടെ ICUൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പം മുറിക്കകത്തെത്തിയ ശേഷം അബിയുടെ കിടത്തം കണ്ടപ്പം ജലജ സങ്കടത്തോടു കൂടി പറയാണ്, എൻ്റെ മോനെ എന്താടാ നിനക്ക് പറ്റിയത്? ജയേട്ടാ എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോഴേക്കും ആദർശും നയനയും കൂടെ അവർക്കൊപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അഭിമുഖത്ത് നിന്ന് മാസ്ക് ഊരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് മാറ്റേണ്ട മോനെ, ശ്വാസം കിട്ടില്ല. കുഴപ്പമില്ല. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എടാ നിനക്ക് സംസാരിക്കാവോ? കുഴപ്പമില്ല, ബുദ്ധിമുട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അഭി കുഴഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ സംസാരിക്കണ്ട മോനെ. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത്? അത് നവ്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അതാ അവൾ പറഞ്ഞപ്പോൾ പുറത്ത് പോവാന്ന് സമ്മതിച്ചത്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തായിരുന്നു. അവിടുന്ന് ഉച്ചക്കത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി പുറത്തോട്ടേക്ക് ഇറങ്ങിയതാ. ആ സമയത്ത് ഗുണ്ടകൾ വന്നിട്ട് എന്നെ അപകടത്തിൽപ്പെടുത്തിയത്. അപ്പം നയന വിഷമത്തോടു കൂടി ചോദിക്കും, എന്നിട്ട് നവ്യച്ചിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നോ? അപ്പം അഭിയൊന്നും പറയാതെ മനസ്സിലിങ്ങനെ ഗൂഢമായി ആലോചിക്കുകയാണ്. അവളിപ്പോൾ ചത്ത് കാണുവേടി എന്നൊക്കെ പറഞ്ഞൊരു പരിഹാസ ചിരി ചുണ്ടിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നയന വീണ്ടും ചോദിക്കുകയാണ്, എന്താ അഭിയൊന്നും പറയാത്തത്? വീണ്ടും ഒന്നും കഴിയാത്തത് പോലെ ഇങ്ങനെ എന്നൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വേദന സഹിക്കും പോലെ ആക്കുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എടാ നവ്യക്ക് എന്താ സംഭവിച്ചത്? നവ്യ അവർ പിടിച്ചു കൊണ്ടുപോയി. അപ്പം നയന പൊട്ടി കരയാണ്. എന്നിട്ട് വീണ്ടും അഭിനോട് ചോദിക്കുന്നുണ്ട്, ആ ഹോട്ടൽ ഏതാന്ന് പറയുമോ? അത് പിന്നെ ആ ഹോട്ടൽ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടേക്കാ. അവിടെ CCTV ഇല്ലേ? അതിനുള്ള സാധ്യത കുറവാ. സെക്യൂരിറ്റി ഇല്ലാത്ത ഹോട്ടലായിരുന്നോ? അപ്പോൾ അഭി സംസാരിക്കാൻ വയ്യാത്തതുപോലെ പറയുന്നുണ്ട്, സെക്യൂരിറ്റി ഇല്ലായിരുന്നു, പിന്നെ ഭയങ്കര ചൂടായിരുന്നു. അപ്പം അവിടെ AC റൂം എടുക്കാമെന്ന് പറഞ്ഞിട്ട് AC റൂം എടുക്കുമായിരുന്നു. അഭിയെ തല്ലുന്നതും ചേച്ചിയെ പിടിച്ചുകൊണ്ട് പോകുന്നതും മറ്റാരും കണ്ടില്ലേ? ഇല്ലെന്നാ തോന്നുന്നേ, അഭി പറയാണ്. അപ്പം ജലജ മനസ്സിലായിരിക്കുന്നുണ്ട്, ഇവിടെ പോലീസുകാർ ചോദിക്കുന്ന പോലെ ഓരോന്നോരോന്ന് ചോദിക്കുകയാണല്ലോ. അപ്പം നയന വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല അവരെത്ര പേരുണ്ടായിരുന്നു? അവർ 4-5 പേരുണ്ടായിരുന്നു. അവന്മാർ തലക്കിട്ടടിച്ചപ്പോൾ എൻ്റെ ബോധം പോയി, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, എങ്കിൽ ആ ഹോട്ടലിൻ്റെ അഡ്രസ്സ് ഒന്ന് തരാൻ പറ്റുമോ? അപ്പോൾ ജലജ ദേഷ്യത്തോടു കൂടി പറയാണ്, നീ എന്താ ഈ ചോദിക്കുന്നത്? അവൻ വയ്യാതെ കിടക്കുമല്ലേ? ആ സമയത്താണ് ഓരോന്ന് ചോദിച്ച് അവനെ ശ്വാസം മുട്ടിക്കുന്നത്. അപ്പം നയന കരഞ്ഞോട് പറയും, ഞങ്ങൾക്ക് അഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അഭി അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുഴഞ്ഞു പോവാണ്. അയ്യോ മോനെ, വീണ്ടും എൻ്റെ മോൻ്റെ ബോധം പോയി ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുമ്പോഴേക്കും ഡോക്ടർ ഇപ്പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വിസിറ്റേഴ്സിനെ അകത്തേക്ക് വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അഭി അവിടെ ബോധമില്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. അപ്പം ഡോക്ടർ കുറച്ച് ദേഷ്യത്തോടുകൂടി ചോദിക്കും, ICU കിടക്കുന്ന പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, സോറി സർ. അപ്പോൾ ഡോക്ടർ എല്ലാവരോടും പറയും, എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോയേ. അപ്പോൾ ജയൻ എല്ലാവരും വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. എല്ലാവരും പുറത്തെത്തിയതിന് ശേഷം അബീൻ്റെ അടുത്തേക്കായിട്ട് വന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഇതേ കാശുള്ള വീട്ടിലെ പയ്യനായതുകൊണ്ടാണ് ഞാനിതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. അപ്പം അബി പറയാണ്, അതിനുള്ള ഗുണം എന്തായാലും ഡോക്ടർക്ക് ഉണ്ടാവും, കിട്ടിയാലും ഇല്ലെങ്കിൽ ശരി, അവസാനം എൻ്റെ പണി കളയരുത്. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്തായാലും തലക്ക് നല്ല വേദനയുണ്ട്. അവന്മാരോട് ആക്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ അതിലൊരുത്തൻ എന്നെ തലക്കിട്ട് നന്നായിട്ട് പൊട്ടിച്ചു. എന്തായാലും കുഴപ്പമില്ല, ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നായിരുന്നല്ലോ. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല അബിയുടെ വൈഫിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അപ്പോൾ അബി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറയും, എൻ്റെ ഡോക്ടറെ, ഞാൻ പറഞ്ഞില്ലേ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാന്ന്. അവൾ പിന്നെ എങ്ങോട്ടോ പോട്ടെ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. അപ്പോൾ ഡോക്ടർ പറയാണ്, അവസാനം പോലീസ് അന്വേഷണം ഊർജിതാക്കിയാലേ എന്നെ ഇതിനകത്തേക്ക് വലിച്ചിടരുത്. എന്നെ വിശ്വസിച്ച സഹായിച്ച ആരെയും ഞാൻ ചതിക്കില്ല. ഡോക്ടർ സമാധാനമായിട്ടിരിക്കുക. എന്നിട്ട് സമാധാനത്തോടു കൂടി അയാൾ അവിടുന്ന് പോവാണ്. അയാൾ പോയതിനു ശേഷം അഭി മനസ്സിൽ വിചാരിക്കുകയാണ്, എടി നവ്യേ. കനക ചൂടെടുത്തുകൊണ്ട് അങ്ങാടി കൂടെ നടക്കുകയാണ്. ഓഹ് എന്താന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാരീൻ്റെ തലപ്പൊക്കെ എടുത്ത് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കടയിലെത്തിയ സമയത്ത് അയാളോട് പറയും, 1 കിലോ നേന്ത്രപ്പഴം. അപ്പോൾ അയാൾ പറയും, കിലോ 60 രൂപ. 60 രൂപയോ? ഇതിപ്പോൾ സാധാരണക്കാർക്കൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ, എന്തൊരു റേറ്റാണ് ഇത്? അപ്പം അയാളും പറയുന്നുണ്ട്, ആൾക്കാരിപ്പം വായു ഭക്ഷിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലായി. അപ്പോൾ തൊട്ടടുത്തുള്ള വേറൊരു കടയിൽ വെച്ചിട്ട് പരസ്പരം ചാർത്താനുള്ള മാലകൾ എടുത്തിട്ട് ഭംഗി നോക്കുകയാണ് നമ്മുടെ നേരത്തെ ഗുണ്ട, അതായത് നവ്യ തട്ടിക്കൊണ്ടുപോയ ആൾ. അപ്പം വേറൊരു കീഴിലുള്ളൊരു സിൽബന്തി വന്നിട്ട് പറയും, അണ്ണ അഭിസാർ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ ഫോൺ എടുത്ത സമയത്ത് അഭി ചോദിക്കുന്നുണ്ട്, എന്തായി? സാർ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഡബിൾ ഓക്കെ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവളെ കൊന്ന് കായൽ തള്ളിയിരിക്കും. അപ്പം തൊട്ടടുത്തുള്ള കടയിൽ വെച്ചിട്ട് ഇത് കനക കേൾക്കുന്നുണ്ട്. അപ്പോൾ കനക മനസ്സിൽ വിചാരിക്കും, അയ്യോ ഏതോ ഒരു പാവം പെണ്ണിനെ കൊല്ലുന്ന കാര്യമാണല്ലോ ഈ ദുഷ്ടം പറയുന്നേ. അപ്പോൾ പെട്ടെന്ന് അഭി ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അയാൾ വെപ്രാളത്തോടു കൂടി പറയാണ്, അല്ല സാറ് എന്നോടാണല്ലോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്.
അപ്പോൾ അഭി ചോദിക്കുകയാണ്, അപ്പോഴത്തെ ശബ്ദമല്ലല്ലോ ഇത്, അത് പിന്നെ തൊണ്ടയിൽ ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്, അയാൾ ആകെ ഒന്ന് പരിങ്ങുകയാണ്, അതിൻ്റെയൊക്കെ ആയിരിക്കും സാറേ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ശരി ശരി, ഇത്തവണ പാളിച്ചൊന്നും പറ്റരുത്. അപ്പോൾ അയാളും പറയുന്നുണ്ട്, ഇല്ല സാറേ ഒരു പാളിച്ചയും പറ്റില്ല. കോള് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആ ബൊക്കേൻ്റെ മാലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഭംഗി നോക്കുകയാണ് അയാൾ. അപ്പോഴേക്കും കനക നടന്ന് അയാൾക്ക് അരികിലെത്തിയിട്ട് കനക ആലോചിക്കുന്നുണ്ട്, ഇവനെ എവിടെയോ വെച്ച് കണ്ടിട്ട്. അപ്പോൾ ഓർമ്മ വരികയാണ് മൂർത്തി അയാളെ തല്ലിയ ആ ഒരു ഭാഗം. അനന്തപുരിക്കാരുടെ കല്യാണത്തിൽ വന്നിട്ട് അനന്തപുരിയിലെ കൊച്ചുമോളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിനെ നീ തട്ടിക്കൊണ്ടുപോലടാ എന്നൊക്കെ പറഞ്ഞിട്ട് മൂർത്തി അവനിട്ട് തല്ലുന്നുണ്ടായിരുന്നു. നല്ല പരിചയം, ഇത് അവനല്ലേ അന്ന് എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ നോക്കിയവൻ? അവനിനി ഏത് പെണ്ണിനെയാണോ നശിപ്പിക്കാൻ പോകുന്നത്? അപ്പോഴേക്കും കൂടെയുള്ള ഒരാൾ വന്നിട്ട് പറയാം, അണ്ണാ ദേ ഈ മാല നോക്കിയേ എന്ന് പറഞ്ഞ് വേറൊരു മാല കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും തലയിലൂടെ സാരി ഇട്ടിട്ട് അയാൾ കാണാത്ത രീതിയിൽ പിന്നിൽ വന്നിട്ട് കനക ഒളിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോഴേ അവർ രണ്ടുപേരും ആ മാലയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഈ പുല്ലിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, നിങ്ങളേതാ കൊള്ളാമെന്ന് വെച്ചാൽ അത് എടുക്കുക എന്നൊക്കെ പറയണം അയാൾ അവരോട്. അപ്പോൾ കനക പിന്നിൽ വന്നിട്ട് മുഖമൊക്കെ മറച്ചുകൊണ്ട് പറയാണ്, കല്യാണ മാലയാണെങ്കിൽ സാറേ ഞാൻ സെലക്ട് ചെയ്ത് തരാം. അപ്പോൾ അയാൾ പറയട്ടെ, ചേച്ചിയുടെ മുഖം ഒന്ന് കാണിക്കുമോ? അപ്പോഴേക്കും നല്ല 2 പ്രാവശ്യം തുമ്മിയതിന് ശേഷം കനക പറയും, നല്ല ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് സാരി തലപ്പുകൊണ്ട് മുഖം മൂടി വെച്ചിരിക്കുന്നത്. ആണോ? എന്നാൽ വേണ്ട, ഈ സമയത്തെ ഒരു കാരണവശാൽ എനിക്ക് ജലദോഷം പോലും വരാൻ പാടില്ല, എൻ്റെ കല്യാണം നടക്കാൻ പോവുക. ഈ മാല കൊള്ളാവോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അയാൾ കാണിക്കുമ്പോഴേക്കും കനക ചോദിക്കും, പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കാവോ? ഫോട്ടോ? അതിനെന്താ എന്നും പറഞ്ഞ് അയാൾ ഫോൺ എടുത്തിട്ട് നവ്യയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കനക ഇങ്ങനെ അന്തം വിട്ട് കണ്ണ് തുറിച്ച് നിൽക്കുകയാണ്. ഫോണ് തിരിച്ചു കൊടുക്കുമ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട്, ഈ മാല എങ്ങനെയുണ്ട്? കനകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അയാൾ ദേഷ്യത്തോട് പറയുന്നുണ്ട്, ആവേശത്തോടെ പറഞ്ഞതാണല്ലോ മാലയൊക്കെ സെലക്ട് ചെയ്ത് തരാമെന്ന്, ഇതെങ്ങനെയുണ്ട്? കൊള്ളാമെന്ന്. എങ്കിൽ പിന്നെ നമുക്ക് കൊള്ളാം. അല്ല, നേരത്തെ അവൾക്ക് വേണ്ടി താലി ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു, പിന്നെ മാല പെട്ടെന്ന് വാടിപ്പോവല്ലോ, പിന്നെ അവളും കുറച്ച് വാടിപ്പോയിട്ടുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞതാണല്ലോ, എന്നാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹിച്ചൊരു ജിലേബി എനിക്ക് സ്വന്തമാക്കണം. കനകയോട് യാത്രയും പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോഴേക്കും പൂവിൻ്റെ അയാൾ പറയുന്നുണ്ട്, അയ്യോ ചേട്ടാ പൈസ തന്നില്ല. ഏത് പൈസയാടാ? നമ്മൾ തമ്മിൽ വല്ല കടമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളെ കത്തിയെടുത്തിട്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അയാളെ ഭീഷണിപ്പെടുത്താണ്, ഈ 2 മാലയ്ക്ക് പകരം നിൻ്റെ കടയിലെ സകല സാധനങ്ങളും നശിപ്പിക്കും കേട്ടാ. പൈസയെ ഇങ്ങോട്ട് വാങ്ങിയിട്ടേ ശീലമുള്ളൂ, അല്ലാണ്ട് ആർക്കും അങ്ങോട്ട് കൊടുത്ത് ശീലമില്ല, മനസ്സിലായോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വിരട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കാറിൽ കയറിയിട്ട്. അതേസമയം കനക മനസ്സിൽ വരയ്ക്കുന്നുണ്ട്, അയ്യോ എൻ്റെ കുഞ്ഞ്. അതേപോലെ തന്നെ നവ്യ ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് പിന്നിൽ കൈയൊക്കെ കെട്ടിവെച്ചിട്ട് ബന്ധിച്ചിട്ടാണുള്ളത്. അപ്പം നവ്യ ഇങ്ങനെ വിഷമത്തോടു കൂടി ചിന്തിക്കുകയാണ്, എങ്ങനെ രക്ഷപ്പെടാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ എന്തായാലും പുതിയ ട്വിസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും, നമുക്ക് കാത്തിരുന്ന് കണ്ടു. ആദർശ് നവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നുള്ളത്. എന്തായാലും ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.